49 ലക്ഷം രൂപ, 2 മാസം, 2 ബാങ്ക് അക്കൗണ്ടുകൾ. പക്ഷേ ഈ പണത്തിന്റെ വഴി എത്തിയത് ഒരേ ഒരു ആളുടെ പേരിലേക്കാണ്. ആ പേരാണ് റിയ. ഇന്ന് കേരള പോലീസിനെ മൊത്തം വട്ടം ചുറ്റിക്കുന്ന ഒരു പേര്. ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു മലയാളി യുവതിയാണ് റിയ. കാലിക്കടവിൽ പിടിയിലായിട്ടുള്ള MDMA കേസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നതും റിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയിലാണ്. അതായത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയിൽ. ഇത് വെറും ഒരു അക്കൗണ്ട് ട്രാൻസ്ഫറിന്റെ മാത്രമായിട്ട് ഈ 49 ലക്ഷം എന്ന് പറയുന്ന സംഖ്യയിൽ മാത്രം കണ്ണ് ഉടക്കി നിൽക്കേണ്ട, മനസ്സ് ഉടക്കി നിൽക്കേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ മാത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കോ? ബംഗളൂരുവും കൊച്ചിയും മലബാറും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു ലഹരി ശൃംഖലയുടെ പിന്നിലെ പ്രധാനപ്പെട്ട കണ്ണിയിലേക്കാണ് ഈ റിയ എന്ന് പറയുന്ന ഒരു പേര് എത്തി നിൽക്കുന്നത്. റിയയിൽ നിന്ന് പിന്നീട് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വരും ഓപ്പറേഷൻ തൂഫാനിലൂടെ കേരള പോലീസിനെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു വിവരം, ഈ പിന്നാമ്പുറ കഥകൾ നമ്മൾ പറഞ്ഞല്ലോ, പിന്നാമ്പുറ ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ എടുത്തു നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. നൈജീരിയൻ ലഹരിക്കടത്തുമായിട്ട് ബന്ധമുള്ള ഇടപാടുകളിലൊക്കെ ഈ ബംഗളൂരുവിലെ മലയാളി യുവതിയായിട്ടുള്ള റിയയുടെ പേര് അല്ലെങ്കിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ആരാണ് ഈ റിയ? അക്കൗണ്ട് ഉടമയാണോ, അതോ ഇടനിലക്കാരിയാണോ, അതോ ഇതിന് പിന്നിലെ വലിയ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണോ എന്നുള്ളത്. അങ്ങനെ പോകുമ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമുക്കറിയാം, കാലിക്കടവിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണം. അവിടെ ലഹരി മരുന്നായിട്ടുള്ള MDMA ചിലരൊക്കെ പിടിയിലാകുന്നു. അതാണ് ഈ കേസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവർ, മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിനെ തുടർന്നാണല്ലോ മുഖ്യമന്ത്രിയെ പിൻ പോയിന്റിൽ നിർത്തിയിട്ടുള്ള വാദപ്രതിവാദങ്ങളെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യ നോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു MDMA കേസ്, സാധാരണ നമ്മൾ പിടിയിലാകുന്ന രീതിയിലുള്ള ഒരു MDMA കേസൊക്കെ ആണ് എന്ന് തോന്നാം. പക്ഷേ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഇതൊരു ചെറിയ കേസല്ല, പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കൊക്കെ വരുന്നത്. കാരണം അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുള്ള ഇടപാടുകളുണ്ട്, ഈ ഇടപാടുകളിൽ മറിഞ്ഞിട്ടുള്ള തുകയുണ്ട്, ഇതിന് പിന്നിലെ വ്യക്തികളുണ്ട്, എല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനകം 49 ലക്ഷം, ഏകദേശമാണ് കേട്ടോ, 49 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോ 2 മാസം കൊണ്ട് 49 ലക്ഷം രൂപയുടെ വലിയ തുക. അപ്പോൾ ഇതൊരു ചെറിയ ലഹരി ഇടപാടിന്റെ കണക്കാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ, അതോ വലിയൊരു ശൃംഖലയുടെ സാമ്പത്തിക വഴിയാണോ എന്നുള്ളതുമൊക്കെ നീങ്ങുകയാണ്. ഇവിടെയാണ്, ഈ പോയിന്റിലേക്കാണ് ഈ റിയ എന്ന് പറയുന്ന ബംഗളൂരു സ്വദേശിയായിട്ടുള്ള യുവതി കടന്നു വരുന്നത്. ആ യുവതി പോലീസ് കണ്ടെത്തിയതനുസരിച്ച് ഈ പ്രതികളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ ഒഴുകിയെത്തിയ വലിയൊരു തുക റിയ എന്ന് പറയുന്ന പേരിലുള്ള 2 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു അക്കൗണ്ടിലേക്കല്ല പണം എത്തിയത്. അതായത് ഈ ഒരു അക്കൗണ്ടിലേക്ക് പണം എത്തിയത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരി ആകുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൽ റിയയുടെ യഥാർത്ഥ പങ്ക് എന്താണ്? റിയയുടെ പേരിലാണല്ലോ, അക്കൗണ്ടിലേക്കാണല്ലോ ഈ പണം വരുന്നത്. ഈ അക്കൗണ്ട് ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് നൽകിയതാണോ? ലഹരിക്കടത്ത് കേസാണ്. നമുക്ക് എങ്ങനെയും ഏത് രീതിയിലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സാമ്പത്തിക ഇടനിലപാടുകാരി മാത്രമാണോ റിയ, അതോ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടം കൂടി നടത്തുന്നുണ്ടോ? ഇടപാടുകളുടെ സാമ്പത്തിക മേഖല മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിങ്ങാണോ റിയയെ ചുറ്റിപ്പറ്റി ഉള്ളത് എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പോൾ ഇതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമാണ് സത്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഈ 49 ലക്ഷം എന്ന് പറയുന്നത് അപ്പോഴും അവിടെ കോർട്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ റിയ എന്തായാലും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട്, അന്വേഷണ കേന്ദ്രത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് സ്പോട്ട് ചെയ്തിരിക്കുകയാണ് റിയയെ. ലഹരി മാഫിയയുടെ ഏറ്റവും വലിയ തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം.
നേരിട്ട് പണം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇടനിലക്കാരെ ഇവർ ഉപയോഗിക്കും. ചെറുകിട വിൽപ്പനക്കാരിൽ നിന്ന് പണം ശേഖരിക്കുകയാണ് ചെയ്യുക. പിന്നെ പല അക്കൗണ്ടുകളിലൂടെ പണം കൈമാറി നൽകുകയും ഒക്കെ ചെയ്യും. അവസാനമാണ് പ്രധാനപ്പെട്ട കണ്ണികളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുക, ഈ പണം എത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ അന്വേഷണം വരുമ്പോൾ ഇങ്ങനെ കൈമാറി പോകുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഒരു ഭാഗത്ത് വെച്ച് ഈ ഒരു അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഈ കാലിക്കടവ് കേസിലും സമാനമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നടന്ന ഒരു കേസിൽ കണ്ടതാണ്. അതായത് ഈ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമല്ലോ, അതുപോലെ ഈ മാരകമായിട്ടുള്ള മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെക്കും, അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്യും പണം. അപ്പൊ ഡയറക്റ്റ് കൈമാറിയതിന് യാതൊരു തെളിവുമില്ല. ഈ സ്പോട്ട് പറഞ്ഞു കൊടുക്കും, ഈ സ്പോട്ടിൽ പോയിട്ട് വേണ്ടപ്പെട്ടവൻ സാധനം എടുത്തിട്ട് പൊയ്ക്കൊള്ളുക എന്നുള്ളതാണ് അവർ പിന്തുടർന്നത്. അതിന്റെ പ്രധാന കാരണവും ഇവരിലേക്ക് ഈ ഒരു കാര്യം അന്വേഷണം ഒന്നും എത്താതിരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ കാലിക്കടവ് കേസിലേക്ക് വരുമ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ സമാനമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. കാരണം പിടിയിലായവരൊന്നും ഒരു ചെറിയ ഉപഭോക്താക്കളോ ഒന്നുമല്ല, ചെറുകിട വിൽപ്പനക്കാരെ എന്ന് പറയാനും സാധിക്കില്ല. വലിയ എമൗണ്ട് മയക്കുമരുന്നുമായിട്ടാണ് ഇവർ പിടിയിലായിട്ടുള്ളത്. മാത്രമല്ല ഇവരുടെ രാഷ്ട്രീയ ബന്ധം കൂടി ഇതിൽ പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്തിരുന്നയാള് എന്നുള്ള രീതിയിലാണ് ഇയാളെ കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിരുന്ന ചോദ്യശരങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ളതായിരുന്നു. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളൊക്കെയും പലപ്പോഴും ലഹരി കേസുകളിലെ ഏറ്റവും വലിയ ശക്തമായ തെളിവുകളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പണം എവിടെ നിന്നാണ് വന്നത്, ആർക്കാണ് പോയത്, എത്ര തവണ പോയിട്ടുണ്ട്, ഏതെല്ലാം സമയത്താണ് ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്, ഈ അക്കൗണ്ടുകൾ തമ്മിൽ ആരുമായിട്ടാണ് ബന്ധമുള്ളത്, ഇതൊക്കെയാണ് അന്വേഷണത്തിന്റെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്. ഇനി അന്വേഷണമാണെങ്കിൽ കാലിക്കടവിൽ മാത്രം നിൽക്കില്ല. ബംഗളൂരു, കൊച്ചി, പെരുമ്പാവൂർ, മലബാർ, അങ്ങനെ 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 ഒരു ചെയിനായിട്ട് ഇതിന്റെ ഒരു ശൃംഖല പോയിരിക്കുന്നതായിട്ട് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ശൃംഖലയെ ബന്ധിപ്പിക്കുന്നതിന്റെ കണ്ണി ആരാണ് എന്നുള്ളത് കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന് വിദേശ ലഹരി മാഫിയയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള സൂചനകളുമൊക്കെ അന്വേഷണത്തിൽ ലഭിച്ചതായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നൈജീരിയൻ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപാടുകളൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, പല നൈജീരിയക്കാരും ഉൾപ്പെടെയുള്ളവർ, വിദേശികളായിട്ടുള്ളവരൊക്കെ, നൈജീരിയക്കാരും ഉൾപ്പെടെ വിദേശികളായിട്ടുള്ള പലരും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അറസ്റ്റിലായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോഴും ഒരാളാണ് പിടിയിലാകുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരാണ് പിടിയിലാകുന്നത്. ഈ പിടിയിലാകുന്ന ആളുകൾ മാത്രമായിരിക്കും എപ്പോഴും സ്പോട്ട് ചെയ്യപ്പെടുക. അതിന് പിന്നിൽ ആരാണെന്നോ അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്നത് ആരാണെന്നോ ഒന്നും ഇതുവരെയും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പിടിയിലായിട്ടുള്ളവരിൽ നിന്ന് റിയയിലേക്കും, റിയയിൽ നിന്ന് ഇതിന്റെ ബന്ധം നൈജീരിയൻ കടത്തുകാരിലേക്കും ഒക്കെ എത്തുന്നത്. അപ്പോൾ വിദേശ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ റിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു കണ്ടെത്തൽ. ഇനി ആ കണ്ടെത്തൽ ശരിയാണ് എന്നുണ്ടെങ്കിൽ റിയയുടെ പങ്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൽ മാത്രമായിട്ട് ഒതുങ്ങുമോ എന്നുള്ളതും ഒരു ചോദ്യമാണല്ലോ. അല്ലെങ്കിൽ ഇതിന് പിന്നിൽ നമ്മൾ സ്വാഭാവികമായി എപ്പോഴും ചോദിക്കുന്നത് പോലെ പിന്നിൽ ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യണം. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. അടുത്ത അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ബംഗളൂരുവിലേക്കാണ്. ഈ റിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് റിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. ആരിൽ നിന്നാണ് പണം കണ്ടെത്തിയത് എന്ന് അറിയേണ്ടതുണ്ട്. ആർക്കൊക്കെയാണ് പണം പോയിട്ടുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. മൊബൈൽ ഫോണുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, ബാങ്ക് ഇടപാടുകൾ, യാത്രാ വിവരങ്ങൾ, അങ്ങനെ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികളുടെ മൊഴികൾ, ഇതെല്ലാം ചേർത്ത് തന്നെ ആയിരിക്കണം ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളത്. റിയയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് കേസിന്റെ അടുത്തൊരു ഘട്ടം
തുടങ്ങും എന്നുള്ളതാണ് പോലീസിന്റെയും ഒരു പ്രതീക്ഷ. ഈ വാതിലിന് പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തട്ടെ. ചെറുകിട വിതരണക്കാരുണ്ടോ, വലിയ വിതരണക്കാരുണ്ടോ, അന്തർ സംസ്ഥാന കണ്ണികളുണ്ടോ, അതോ അതിലും വലിയ ഒരു ശൃംഖലയുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ കേസിലെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. റിയ പിടിയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിയിലാകുന്നത് ആരൊക്കെ ആയിരിക്കും? ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പിന്നിൽ മറ്റൊരു അക്കൗണ്ട്, അതിന്റെ പിന്നിൽ മറ്റൊരു വ്യക്തി, അവരുടെ പിന്നിൽ മറ്റൊരു സംഘം, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാലിക്കടവ് കേസ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക MDMA കേസിൽ നിന്ന് അന്തർ സംസ്ഥാന അല്ലെങ്കിൽ ഒരു അന്തർദേശീയ ലഹരി ശൃംഖലയിലേക്കുള്ള അന്വേഷണമായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ അതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ്. പോലീസ് തെളിവുകൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരെയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തും മുമ്പ് നമുക്ക് വിധിക്കാനും കഴിയില്ല, പ്രഖ്യാപിക്കാനും കഴിയില്ല. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട്. പണത്തിന്റെ വഴി പോലീസ്, അതായത് പണത്തിന്റെ സ്രോതസ് തേടി പോലീസ് പോവുകയാണ്. ആ പണം ഒടുവിൽ എവിടെ എത്തുന്നു, അവിടെ നിന്നാണ് ഈ കേസിന്റെ യഥാർത്ഥമായിട്ടുള്ള വലിപ്പം പുറത്തു വരിക. കേസിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉൾപ്പെട്ടതോടുകൂടി നമ്മൾ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാലിക്കടവിൽ പിടിയിലായിട്ടുള്ള പ്രതികളിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ 49 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോയി. അവിടെ നിന്ന് ബംഗളൂരുവിലെ മലയാളിയായിട്ടുള്ള യുവതി റിയയിലേക്ക് എത്തി. റിയയിൽ നിന്ന് കൊച്ചി ബംഗളൂരു ബന്ധത്തിലേക്ക് പോയി. അവിടെ നിന്ന് അന്തർ സംസ്ഥാന അന്തർദേശീയ ലഹരി ശൃംഖലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് വെറും ഒരു MDMA കേസ് മാത്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ?